പത്തനംതിട്ടയിൽ പലയിടത്തും ചിരിച്ച് കൈകൂപ്പി നിൽക്കുന്ന ഒരാളുടെ ഫ്ലക്സ് ബോർഡുകളും പോസ്റ്ററുകളും അടുത്ത നാളെ കാണാം. തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ സ്ഥാനാർത്ഥിയാണെന്ന് തെറ്റിദ്ധരിക്കുമെങ്കിലും മത്സരിക്കാൻ വേണ്ടിയല്ല ഈ പോസ്റ്ററുകൾ. പുല്ലാട് സ്വദേശി അജയ് കുമാർ നാടിൻ്റെ വികസനത്തിനായി പൊതുജനങ്ങളുടെ അഭിപ്രായ സ്വരൂപണ വേദികൾ സംഘടിപ്പിക്കുന്നതിൻ്റെ പോസ്റ്ററുകളാണ് ഇവ. പത്തനംതിട്ട ജില്ലയുടെ പല ഭാഗങ്ങളിൽ സഞ്ചരിച്ചാൽ കൈകൂപ്പിയും ചിരിച്ചുമൊക്കെ നിൽക്കുന്ന ഈ ഒരു വ്യക്തിയുടെ നിരവധി ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും ഒക്കെ കാണുവാനായിട്ട് സാധിക്കും. ആരാണ് ഈ വ്യക്തി? സ്വാഭാവികമായിട്ടും തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകാം എന്ന് ചിന്തിക്കുന്നെങ്കിൽ അത് തെറ്റാണ്. ഇദ്ദേഹം സ്ഥാനാർത്ഥിയല്ല, മത്സരിക്കുന്നുമില്ല. പിന്നെ എന്തിനാണ് ഈ വികസന വേദി എന്ന് പറയുന്ന രീതിയിൽ ഇത്തരത്തിൽ നിരവധി ഫ്ലെക്സുകൾ ജില്ലയുടെ പല ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്നത്? ഒന്ന് പരിശോധിക്കാം. ഇതൊരു പുതിയ ആശയമാണ്. രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഇത് വികസന കോൺക്ലേവ്. പഞ്ചായത്തുകളിൽ യാത്ര ചെയ്ത് പഞ്ചായത്തിലെ സാധാരണ ജനങ്ങൾ, ആ ഗ്രാമത്തിൽ വസിക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരും ധനികരും പാമരരും ധനികരും വിദ്യാസമ്പന്നരും അല്ലാത്തവരുമായ എല്ലാ വ്യക്തികളും ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആ ഗ്രാമത്തിൽ താമസിക്കുന്നവരുടെ അഭിപ്രായം എങ്ങനെ ആയിരിക്കണം, അവരുടെ പഞ്ചായത്ത് എന്ത് വികസനമാണ് വേണ്ട എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ആ പഞ്ചായത്തിലുള്ളവരാണ്. ആ ആശയമാണ് മുന്നോട്ട് വെച്ച് അതാണ് ഇന്നിവിടെ തിരുവാറന്മുള പാർത്ഥസാരഥിയുടെ മണ്ണിൽ നിന്ന് തന്നെ പത്തനംതിട്ടയുടെ പൈതൃകമുറങ്ങുന്ന, അതായത് സംസ്കാര സമ്പന്നതയുടെ ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് പത്തനംതിട്ട. അതിൻ്റെ ഹൃദയഭാഗമായ ആറന്മുളയിൽ തന്നെ തുടക്കം കുറിച്ചത്. ആറന്മുളയിൽ ഒരു നല്ലൊരു യൂണിറ്റ്, വലിയൊരു യൂണിറ്റ് എല്ലാവരും കൂടെ ചേർന്ന് നിർമ്മിക്കുന്ന ഒരു ഇന്റർനാഷണൽ ട്രോഫി ആറന്മുളയിൽ നിന്ന് ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കാം. ആറന്മുളയിൽ നിന്ന് നമുക്ക് തുടക്കമിടാം. ഇവിടെ ബസ്സുകൾ സ്ഥാപിക്കുക, മറ്റുള്ളവർക്ക് മാതൃകയാവുക. ഇവിടെ വളരെയധികം ഉത്സവങ്ങൾ നടക്കുന്ന ഒരു പ്രദേശമാണ്. മാരാവൺ കൺവെൻഷന്, ആറന്മുള ക്ഷേത്രം, വള്ളംകളി, വള്ളസദ്യ, ചെറുപുഴ കൺവെൻഷന്. ഈ സമയത്ത് ഈ പാത ആ സമയത്ത് അതൊരു ആംബുലൻസ് പാതയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഞാനിത് കഴിഞ്ഞ വർഷം നടത്താൻ തീരുമാനിച്ച ഒരു പരിപാടിയാണ്. ചില പേഴ്സണലായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂ കാരണമാണ് നടത്താഞ്ഞത്. അപ്പോൾ ഇതൊരു ഓളമാണല്ലോ. ഇപ്പോൾ ഉത്സവം എന്ന് പറഞ്ഞ പോലെ ഉത്സവ സമയത്താകുമ്പോൾ ധാരാളം ആൾക്കാർ ഇത് ശ്രദ്ധയിൽപ്പെടും. അപ്പോൾ ഈ ഒരു കോൺക്ലേവിലൂടെ ഇവിടുന്ന് കിട്ടുന്ന അവരുടെ അഭിപ്രായങ്ങൾ അത് കൃത്യമായിട്ട് നമ്മൾ ഒരു രൂപരേഖ തയ്യാറാക്കി വികസന രേഖ ഇപ്പോൾ പുതുതായിട്ട് ഭരണസമിതിയിലേക്ക് കടന്നു വരുന്ന അധികൃതർക്ക്, അല്ലെങ്കിൽ ഭരണമേക്കുന്ന ചുമതലയേക്കുന്നവർക്ക് കൈമാറുന്ന ഒരു ദൗത്യമാണ്. അതിന് ആപ്റ്റായിട്ടൊരു സമയം ഇലക്ഷൻ തന്നെയാണ്. കാര്യം ഡിസംബർ 20 പുതിയ ഭരണകർത്താക്കൾ ചുമതലയിലേക്ക് വരുമ്പോൾ അവരുടെ മുമ്പിലേക്ക് ഈ വികസന രേഖ എത്തുകയാണ്. അതാണ് ഈ ഒരു കൃത്യമായ സമയത്താണ് ഇത് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരിപാടി ആരംഭിച്ചു, ഇതിലൊരു പങ്കാളിത്തം, ജനങ്ങളുടെ സഹകരണമൊക്കെ എങ്ങനെയാണ് പ്രതികരണം? ഇവിടെ ഇന്ന് കണ്ടില്ലേ, അതിൻ്റെ 300ഓളം ആൾക്കാരാണ് ഇന്നിവിടെ വന്നത്. ഇത് കേൾക്കുന്നവരെല്ലാം ഇത്ര ഗംഭീരമായ ആശയം എല്ലാവരും പിന്തുണ. അവിടെ രാഷ്ട്രീയമോ മതമോ ജാതിയോ നോക്കാതെ എല്ലാവരുടെയും പിന്തുണയുണ്ട്. ഈ ഉയർന്നിരിക്കുന്ന ഫ്ലെക്സുകളും ഈ പോസ്റ്ററുകളും ഒന്നും വ്യക്തി രാഷ്ട്രീയ താല്പര്യത്തിന്മേലല്ല, നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ആശയം എന്നുള്ള രീതിയിലാണ് എന്നാണ് അജയ്കുമാർ വെല്ലുവിഴത്തിൽ നമ്മളോട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അങ്ങനെ തന്നെ ആവട്ടെ, നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ളൊരു ആശയമായി ഈ വികസന വേദി മാറട്ടെ എന്നുള്ളതാണ് പൊതുജനങ്ങളുടെയും അഭിപ്രായവും അവരുടെ ആഗ്രഹവും. പത്തനംതിട്ടയിൽ നിന്നും അജയൻ നായർക്കൊപ്പം ഗോകുൽ രമേശ്, ജനം.